അവനെ ഏതോ ചാർലിയോ തോമസോ ഏതാണ്ടൊക്കെ മാറ്റി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ് ആ മാറ്റിവിലയുടെ ദുഷ്ടലക്ഷ്യങ്ങൾ, വെറിയൻ അജണ്ടകൾ, ചോറിൽ ചോര തിരിയുന്ന ശീലമാണ്. അത് വിട്ടേക്ക്. ഇനി അത് ചാർലി ആണെങ്കിലും ചാമിയാണെങ്കിലും വൃത്തികെട്ടവൻ, മനുഷ്യഗണത്തിൽപ്പെടുത്താൻ കൊള്ളാത്തവനാണെന്നും അധമജന്മം ഏതു വിധേനയും ഒന്ന് ചത്തുമലച്ചത് കണ്ടാൽ മതിയെന്നും ആഗ്രഹിക്കുന്നവരാണ് പേരുമാറ്റിക്കലുടെ അജണ്ടകളില്ലാത്ത മലയാളി. ഒരു മനുഷ്യനല്ലേ ചത്തുമലച്ചെന്നൊക്കെ പറയാവോ മാപ്രേ എന്ന മനുഷ്യാവകാശത്തിന്റെ വ്യാജമാസ്കം പൊക്കിപ്പിടിച്ച് ആരും ഇങ്ങോട്ട് വന്നേക്കല്ല. തീപ്പാളത്തിൽ ചോര കട്ട പിടിച്ച ചോരനാളിന്റെ പേക്കിനാവിൽ പിന്നീട് അങ്ങോട്ട് ചിരിക്കാൻ മറന്നുപോയത് ആ പെറ്റവയർ മാത്രമല്ല. ഏതു കാട്ടുജീവിയും നാണിച്ചു പോകുന്ന ക്രൂരത കണ്ട് ഈ നാടിന്റെ മനസാക്ഷിക്കുണ്ടായത് ആഴത്തിലെ മുറിവാണ്, ബ്രെയിൻ ഡെത്താണ്. 23-കാരിയെ പിഴിഞ്ഞ് പഴന്തുണി പോലെയാക്കി തലതകർത്ത ചോരപ്രളയത്തിൽ പാളത്തിൽ റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞ പാഴു ജന്മം പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട്, സാറേ വഴിവക്കിൽ പായസം കിട്ടിയാൽ കുടിക്കാതങ്ങ് പോകാമോ, ഓർത്താൽ ഇപ്പോഴും അടിച്ചു മോന്ത പൊളിക്കേണ്ട കൈത്തരിപ്പാണ്. ആ മനുഷ്യവിരുദ്ധ തെമ്മാടി ഈ നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 സുരക്ഷാ ജയിൽ ഭേദിച്ച് തളാപ്പിലെ ഒരു നഗരത്തിൽ കൂടി നെഞ്ചുവിരിച്ച് നടന്നെങ്കിൽ, പിന്നീട് മാധ്യമങ്ങളോട് അശ്ലീലാംഗ്യം കാണിച്ചെങ്കിൽ അത് ആ സിസ്റ്റം പരാജയത്തിൽ അവന്റെ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ്. ഇനിയും ഞാൻ ചാടും, പോലീസെ തടുക്കാമെങ്കിൽ തടുക്കണോ എന്നാണ് ആ വെല്ലുവിളി. ഈ നാട് ജാഗ്രതപ്പെട്ടതുകൊണ്ടാണ് ചില PR ദുരന്ത പ്രവാചകന്മാർ ആഴ്ചയ്ക്ക് 600 വട്ടം മാധ്യമ ക്ലാസ് എടുക്കുന്ന അതേ മാധ്യമ ജാഗ്രത കൊണ്ടാണ് ആ കാളകൂടം അകത്തായതല്ലാതെ കാക്കിത്തൊപ്പിയിലെ പുന്തൂവൽ എന്നൊക്കെ പറഞ്ഞ് BGM വിട്ട് തള്ളൽ അല്പത്തരമാണ്. ഏമാന്മാരെ നാണമുണ്ടോ? അരക്കഴഞ്ചിന് വേണ്ട ഉളുപ്പ്. ഇതേ സിസ്റ്റം പരാജയത്തിൽ ഒരു പാതകി, ഒരു ചെന്താമര ജാമ്യത്തിലിറങ്ങി ഒന്നല്ല 2 പേരെ പിന്നെയും കഴുത്തറത്ത് കൊന്ന് കാട് കയറി അധിക നാളാവും മുൻപ് വെറുക്കപ്പെട്ടവൻ ഒറ്റക്കയ്യൻ തെമ്മാടി അങ്ങേയറ്റം ആസൂത്രണത്തിൽ കമ്പിയർത്ത് ആകാശക്കോട്ടയിൽ തൂങ്ങിയിറങ്ങിയെങ്കിൽ വിളിക്കേണ്ടത് പരാജയമെന്നല്ല. ഒറ്റപ്പെട്ട 100 അനാസ്ഥകളിൽ ആ സിസ്റ്റം നിരന്തരം ദുരന്തമാണ്, മഹാദുരന്തമാണ്, നാണം കെട്ട തോൽവി. ഇരുമ്പറ മുറിക്കും മുൻപ് എന്തോ ഉപ്പ് വാരി പൊത്തിയെന്നാണ് കേൾവി. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ആ സാത്താന്റെ പുത്രൻ ഈ ഉപ്പ് വെച്ച കലം പോലെ ദ്രവിച്ച് മുണ്ടക്കോലെടുത്ത സിസ്റ്റത്തിന്റെ സത്യസാക്ഷ്യം. ആഭ്യന്തര വകുപ്പെ, ആ നക്ഷത്രപ്പെരുക്കത്തിൽ കാക്കിയിട്ട മേലാളന്മാരെ, ഗോവിന്ദച്ചാമിയിട്ട നാണക്കേടിന്റെ ഉപ്പ് അട്ടിയറഞ്ഞു വീണത് ഇരുമ്പറക്കല്ല, നിങ്ങളുടെയൊക്കെ ഉച്ചയ്ക്കാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.